നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. കഴിഞ്ഞ വീഡിയോയില് ചെറി ബ്ലോസം കാണാൻ പോയ കൂട്ടത്തില് ഞാൻ നല്ല നാടൻ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫുഡ് തന്നെയായിരിക്കും. ഇവിടത്തെ ഒരു പിസയും ബർഗറും ഒന്നും നമുക്ക് സെറ്റ് ആവില്ല. നമുക്ക് നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണ് ഇഷ്ടം. ഇതുപോലെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ഫുഡ് തപ്പിയിറങ്ങും. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ നോർത്ത് ബ്രൂൺസ്വിക്കിലുള്ള അരുസുവൈ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്കാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ചെട്ടിനാട് ക്യുസീനാണ്. അരുസുവൈ എന്ന് പറഞ്ഞ ഒരു തമിഴ് വേർഡാണ് കേട്ടോ. 6 രുചികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഫുഡില് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 6 രുചികൾ. അതായത് മധുരം, ഉപ്പ്, പുളി, എരിവ്, കയപ്പ്, ചവർപ്പ്, ഇതൊക്കെയാണ് ആ രുചികൾ. ഇവിടെ വീക്കെൻഡ്സ് ആവുമ്പോൾ ബുഫേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് അതിനായിരുന്നു. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഞങ്ങൾ വന്നത് ഈസ്റ്റർ ടൈമിലായിരുന്നു. അപ്പം അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ഫുഡ് ഐറ്റംസ് തന്നെ കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. എനിക്ക് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളിങ്ങനെ ലൈനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ബാക്കിലും ആളുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അകത്ത് ഫുള്ള് വെജ് ഐറ്റംസും അടുത്ത സൈഡിൽ നോൺ വെജ് ഐറ്റംസ് ആയിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ ആദ്യം നോൺ വെജിലേക്കാണല്ലോ കണ്ണ് പോവുക. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം. ഈസ്റ്റർ ആയിരുന്ന കാരണം അത് റിലേറ്റഡ് ഐറ്റംസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് ഡക്ക് മപ്പാസ് ആണ്. പിന്നെ അടുത്ത് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ തിക്ക മസാല, ഫിഷ് കറി, ചിക്കൻ കറി, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ മട്ടൻ കറി, നാൻ ഒക്കെ മിഡിലെ സെക്ഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ മുയലിറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിപ്പാളയം റാബിറ്റ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തന്നെ ഫിഷ് ബജ്ജി ഉണ്ടായിരുന്നു. പിന്നെ തന്തൂരി ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു. കരിമീനുണ്ട്, ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ള കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നു. മോനാണെങ്കിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് കഴിക്കാതിരിക്കുന്നുണ്ട്. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് എങ്ങനെ ആക്കിയിട്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട്. ഇത് അൺലിമിറ്റഡ് ഫുഡാണ്. അപ്പൊ 12 to 3 PM വരെ ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എത്രയാണെന്ന് വെച്ചാൽ കഴിക്കാം. പാവ അവനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾ എടുത്തത്. ഇത് ചിക്കൻ തന്തൂരി മിക്സ്, ഇത് റാബിറ്റ്, ഇത് ഫിഷ് മാന്തൽ ബജ്ജി, വട, ഇത് പനീർ. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇനി വെജ് ഐറ്റംസിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ജാക്ക് ഫ്രൂട്ട് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പിന്നെ അടപ്രഥമൻ, ശർക്കര പൊങ്കൽ, പൈനാപ്പിൾ കിച്ചടി, കൂട്ടുകറി, അവിയൽ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ വിഷുവിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഇതുപോലെ സദ്യ ഐറ്റംസ് ആയിരുന്നു ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. പൈനാപ്പിൾ പച്ചടി, പിന്നെ ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെയും ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ്. നടുവിൽ നോക്കുകയാണെങ്കിൽ വട, നൂഡിൽസ്, ബജ്ജി, സാമ്പാർ സാദം, പിന്നെ മട്ടൻ കറി, അങ്ങനെ പോകുന്നു ഐറ്റംസ്. ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തൊരു സ്വാദ്! ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം കഴിക്കാനാണ് വയറില്ലാത്തത്. പിന്നെ ക്രാബ് ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ അവർ സ്റ്റീം ചെയ്തിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഡ്ഡലി, നൂലപ്പം, മോമോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൂലപ്പം എടുത്തു കേട്ടോ. നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ടുകറിയൊക്കെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനുള്ളിലും മോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. കണ്ടോ,
വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ ഭയങ്കരം തന്നെ. എനിക്കിതിൽ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ കുറേ ഫുഡ് കണ്ടാൽ തന്നെ എൻ്റെ വയറ് നിറയും. അപ്പൊ എനിക്ക് അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. 1 or 2 ആണെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. അടുത്തത് ഡിസേർട്ട്. അതില്ലാതെ എന്താഘോഷല്ലേ. അതും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ മധുരത്തോട് അത്ര പ്രിയമില്ല. അത് കാരണം ഞാൻ അതൊന്നും കുറേ ട്രൈ ചെയ്തില്ല. പിന്നെ ഇവിടെ ഐസ്ക്രീമും പിന്നെ അതേ സൈഡില് നമ്മുടെ നാടൻ അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതൊന്നും കഴിക്കാനുള്ള വയറില്ലാത്ത കാരണം ഒന്നും എടുത്തില്ല. ഏട്ടൻ ഒരുവിധം എല്ലാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഏട്ടൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ അവസാനം ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ 3 മണിയൊക്കെ ആവാറായപ്പോൾ അവരെ ബുഫേ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ആളുകളൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉൾഭാഗം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടായിരുന്നു. ആളായിരുന്നു അന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈസ്റ്റർ സ്പെഷ്യൽ ഐറ്റംസ്. മലയാളിയാണ്, കോട്ടയാണെന്ന് തോന്നുന്നു സ്ഥലം. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ച് നേരത്തെ വന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു എന്നൊക്കെ. അത് മേ ബി അടുത്ത തവണ ആവട്ടെ. നമുക്ക് അതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഒരാൾക്ക് $25 ഒരു ബുഫേ വരുന്നത്. ഇവിടെ ന്യൂജേഴ്സിയിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് വന്നു നോക്കാവുന്നതാണ്. അടിപൊളി ഫുഡാണ്. നമുക്ക് പണം എന്തിനാടൂ? തിന്നാൻ, നല്ലോണം രസിച്ച് സൂചിച്ച് തിന്നാൻ, അല്ലാതെ താജ്മഹൽ പണിയാനൊന്നുമല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.